നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ക്രമക്കേടിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളെ കണ്ടെത്താനായില്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും NTA-യും CBIയും ജൂലൈ 10-നകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, നോക്കൂ, ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ എഴുതിയ ഒരു പരീക്ഷ വ്യാപക ക്രമക്കേടുണ്ടാകുന്നു. NTA-ക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നു. എന്തൊക്കെയാണ് നിലവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ വിമർശനങ്ങൾ? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിനും NTA-ക്കുമെതിരെ നടത്തിയത്. പ്രധാനമായും ഇതിൽ പുനഃപരീക്ഷ വേണമെന്നുള്ള ആവശ്യം ഉയർത്തിയുള്ള ഹർജികളാണ് ആദ്യം പരിഗണിച്ചത്. അങ്ങനെ ഒരു പുനഃപരീക്ഷ വീണ്ടും വേണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണമെന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ കേന്ദ്ര സർക്കാർ ചില ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ഉയർത്തിയത്. അതായത് ഈ ചോദ്യപേപ്പർ ചോർന്ന തീയതി എന്താണെന്ന് വ്യക്തമാക്കണം. ഈ ചോദ്യപേപ്പറുകൾ പ്രചരിപ്പിച്ച തീയതികളും വ്യക്തമാക്കണം. അങ്ങനെ ഈ ചോർച്ച നടന്ന ദിവസവും ഈ പരീക്ഷ നടന്ന ദിവസവും തമ്മിലുള്ള ദൈർഘ്യം വ്യക്തമാക്കണം. അങ്ങനെ ഒരുപാട് ദൈർഘ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു പുനഃപരീക്ഷ നടത്തേണ്ടി വരുമെന്നും, അങ്ങനെ വിശ്വാസത്തെ തകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുനഃപരീക്ഷ നടത്താൻ വേണ്ടി ഉത്തരവിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI 6 FIR-കൾ രജിസ്റ്റർ ചെയ്തതായി വ്യക്തമാക്കി. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ പരീക്ഷ ഈ ടെലഗ്രാം വഴിയെല്ലാം തന്നെയും ചോദ്യപേപ്പർ ചോർച്ച അല്ലെങ്കിൽ ചോദ്യപേപ്പർ എല്ലാം തന്നെയും ടെലഗ്രാം വഴിയും മറ്റുമെല്ലാം തന്നെയും ലഭിച്ചതായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ വളരെ വലിയ രീതിയിൽ എന്തൊരു വ്യാപ്തി അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി വളരെയധികം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പുനഃപരീക്ഷ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ 26 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ബുധനാഴ്ചക്കകം വിശദമായ സത്യവാങ്മൂലം നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോടും NTA-യോടും നിർദ്ദേശം നൽകി. മാത്രമല്ല, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന CBI അതിന്റെ തത്സ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും അറിയിച്ചിട്ടുണ്ട്. അത് ബുധനാഴ്ചക്കകം തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ വ്യാഴാഴ്ചയാണ് ഈ കേസ് വീണ്ടും ഇനി പരിഗണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായ ചോദ്യങ്ങളും ആയിരുന്നു ഈ സുപ്രീം കോടതി ചോദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പുനഃപരീക്ഷ നടത്തേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് സുപ്രീം കോടതി കടന്നത്. ആ പുനഃപരീക്ഷ നടത്തണമെങ്കിൽ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ എത്രത്തോളം ചോർന്നു അതിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല, ഇതിൽ ഈ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ എത്രത്തോളം ഉണ്ട്, അവരെ ഈ കളങ്കിതരായ വിദ്യാർത്ഥികളെ പ്രത്യേകമായി വേർതിരിക്കാൻ കഴിയുമോ? അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു പുനഃപരീക്ഷ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പരീക്ഷ പേപ്പർ ചോർന്നു എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സമ്മതിക്കേണ്ടി വന്നു. വളരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. എന്തായാലും പരീക്ഷ റദ്ദാക്കിയാൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കും. പക്ഷെ അത് അങ്ങേയറ്റത്തെ തീരുമാനം ആകുമെന്നും ചീഫ് ജസ്റ്റിസ് വിലയിരുത്തുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങൾ സ്വയം നിഷേധിക്കരുതെന്നും NTA-യോടക്കം സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. ശരി, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സിബി ജോസഫ് നൽകിയത്.